നിങ്ങൾ വിറ്റത് ഒരു പോളിസിയല്ല, ഒരു കുടുംബത്തിന്റെ വിശ്വാസം. അവർ നിങ്ങളെ വിശ്വസിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായ നിമിഷങ്ങളിൽ അവർ നിങ്ങളെ ഓർത്ത് വിളിക്കുന്നതായി. പക്ഷേ ചോദ്യം ഇതാണ്, നമുക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലായിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് നമ്പേഴ്സിന്റെ ബിസിനസ് അല്ല, ഇതൊരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ബിസിനസ് ആണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആയ നിങ്ങൾ ഒരു കസ്റ്റമറിന് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു കസ്റ്റമറിന്റെ ജീവിതത്തിന്റെ സുരക്ഷാ ചട്ടം അത് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എഴുതുകയാണ്. ഇതൊരു പേപ്പർ അല്ല, ഇതൊരു പ്രതിജ്ഞയാണ്. കേരളത്തിലെ ഓരോ ഇൻഷുറൻസ് ഏജന്റും ഓരോ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യും. ആക്ച്വലി ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു ജനറേഷനെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ പല ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിനും റെക്കഗ്നേഷൻ അല്ലെങ്കിൽ അംഗീകാരം വേണ്ടത്ര ലഭിക്കുന്നുണ്ട്. സൊസൈറ്റി അവരെ കാണുന്നത് പലപ്പോഴും വെറും പോളിസി സെല്ലർ അല്ലെങ്കിൽ പോളിസി വിൽക്കുന്ന ആൾക്കാർ ആയി മാത്രമാണ്. അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല ഒരു ഏജന്റ് പല ആൾക്കാർക്കും ജീവിതം തിരിച്ചു നൽകിയിട്ടുള്ള ആൾക്കാരാണ്. ആ ഇമോഷണൽ റെസ്പെക്ട് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. ഹായ്, ഞാൻ അനീഷ് കുമാർ, ഡിജിറ്റൽ ഇൻഷുറൻസ് കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജന്റ്സ്. കേരളത്തിലെ 1,00,000-ലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക, അങ്ങനെ അവർക്ക് ഡിജിറ്റൽ വിസിബിലിറ്റി കൊണ്ടുവരിക, അതിലൂടെ അവരുടെ ഇൻകം സ്റ്റേബിൾ ആക്കുക, അങ്ങനെ അവരെ സമൂഹത്തിലെ റെസ്പെക്റ്റഡ് ഡിജിറ്റൽ ലീഡർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ട്രസ്റ്റ് ബിൽഡ് ബ്രാൻഡ്. ട്രസ്റ്റിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഇൻഷുറൻസ് മേഖലയിൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇമ്പാക്ട് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ ട്രൂ ബ്രാൻഡ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള 7 ഇൻസൈറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻസൈറ്റ് നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷണൽ വാല്യൂ. എന്താണിത്? ഒരു ക്ലെയിം അപ്രൂവ് ആകുമ്പോൾ അത് ആ കസ്റ്റമറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആശ്വാസ നിമിഷമാണ്. അത് നിങ്ങൾ സൃഷ്ടിച്ചതാണ്. അവരുടെ ഹോസ്പിറ്റൽ ബിൽ, അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥ, ഭയം, ഫിയർ, ഇതിനെല്ലാത്തിനും മേൽ ഒരു പ്രൊട്ടക്ഷൻ ബ്ലാങ്കറ്റ് പോലെ നിങ്ങളുടെ സപ്പോർട്ട് അവിടെ ഉണ്ടായാൽ, ഒരു സിഗ്നേച്ചർ, ഒരു ഗൈഡൻസ്, ഒരു ഫോളോ അപ്പ്, അവർക്ക് അതൊരു ഹോപ്പാണ്. അവിടെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് അല്ല, മറിച്ച് ഒരു സഹായം ആവശ്യമുള്ള കുടുംബത്തിന്റെ കൈപിടിച്ചുയർത്തുന്ന ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. പോളിസി സെയിൽ എന്ന് പറയുന്നത് ടെമ്പററി ആണ്, പക്ഷേ ക്ലെയിം സപ്പോർട്ട് ഈസ് ലൈഫ് ടൈം ഗ്രാറ്റിറ്റ്യൂഡ്. അവരുടെ താങ്ക് യു സാർ, ഞങ്ങൾ സേഫായി അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊരു വാക്ക് നിങ്ങളുടെ ഇൻകമിനേക്കാൾ വലിയ റിവാർഡാണ്. എവരി ക്ലെയിം യു സപ്പോർട്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ക്ലെയിമും ഒരു കുടുംബത്തിന്റെ ഫ്യൂച്ചർ റീറൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രോസസ് ചെയ്യേണ്ടത് ക്ലെയിംസ് അല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പീസ് ഓഫ് മൈൻഡ്, മനസമാധാനമാണ്. ഇൻസൈറ്റ് നമ്പർ 2, ബി ദ ഫാമിലീസ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ടർ. എന്താണിത്? പോളിസി സെയിൽ അല്ല, മറിച്ച് ഫാമിലി പ്രൊട്ടക്ഷൻ മിഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. പോളിസി സെയിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷനായി തോന്നാമെങ്കിലും ഒരു കുടുംബത്തിന് അത് ഫാമിലി പ്രൊട്ടക്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ, ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ആദ്യം അവർ ഓർക്കുന്നത് ആരെയാണ്? നിങ്ങളെയാണ്. കാരണം നിങ്ങൾ വിറ്റിരിക്കുന്നത് ഒരു പോളിസി അല്ല, മറിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റിയാണ്. നിങ്ങൾ ഇത് കാണേണ്ടത് ഇതൊരു പോളിസി സെല്ലിംഗ് ജോബായിട്ടല്ല, മറിച്ച് ഇതൊരു പ്രൊട്ടക്ഷൻ മിഷനാണ്. ഒരു ആക്സിഡന്റ്, ഒരു സർജറി, പെട്ടെന്നുള്ള ഒരു രോഗാവസ്ഥ, ഈ അവസരങ്ങളിലെല്ലാം അവരുടെ എൻറ്റയർ സേവിംഗ് പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളാണ്. അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കുന്നതിന് പിന്നിൽ നിങ്ങളുടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനമുണ്ട്. ഞാൻ സെല്ലറല്ല, ഞാൻ പ്രൊട്ടക്ടറാണ് എന്നുള്ള ശക്തമായ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ട്. പോളിസി സെയിലല്ല, പ്രൊട്ടക്ഷൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കരിയർ തന്നെ മാറും. ഇൻസൈറ്റ് നമ്പർ 3, എഡ്യൂക്കേറ്റ്, ഡോണ്ട് പുഷ്. എന്താണിത്? ആൾക്കാർ വാങ്ങുന്നത് ഇൻഷുറൻസ് അല്ല, മറിച്ച് അവർ വാങ്ങുന്നത് ക്ലാരിറ്റിയാണ്. ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾ പ്രഷർ കൊടുത്താൽ അവിടെ റെസിസ്റ്റൻസ്, പ്രതിരോധം വരും. പക്ഷേ ക്ലാരിറ്റി കൊടുത്താൽ ട്രസ്റ്റ്, വിശ്വാസം വരും. എന്തിനാണ് ഇൻഷുറൻസ് വേണ്ടത്? എത്ര കവറേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്? ക്യാഷ്ലെസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇവയൊക്കെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരുടെ ഭയം സ്ലോലി ഇല്ലാതാകും. ഒരു ഫാമിലി നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കേട്ട് നൗ ഐ അണ്ടർസ്റ്റുഡ് അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്ന ആ ഒരു നിമിഷമാണ് ട്രസ്റ്റ് ബർത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശ്വാസം ജനിക്കുന്നത്. കാരണം നിങ്ങൾ അവരെ പുഷ് ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അവരെ എംപവർ ചെയ്യുകയാണ് ചെയ്തത്. എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റിനെ കസ്റ്റമർ സെല്ലറായല്ല കാണുന്നത്. അവർ കാണുന്നത് ഈ ഇൻഷുറൻസ് ഏജന്റ് എന്റെ ഫാമിലിയെ ഗൈഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ആ റെസ്പെക്റ്റ് ആണ്
നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള റിയൽ ടൈം ലോങ് ടേം ഇൻകം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ഓർമ്മിക്കൂ, എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ട്രസ്റ്റ് ഏൺ ചെയ്യുന്നു, അത് ഇമ്പാക്ട് ബിൽഡ് ചെയ്യുന്നു. ഇതാണ് ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ സ്ട്രോങ് കരിയറിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇൻസൈറ്റ് നമ്പർ 4, ഡോക്യുമെന്റ് യുവർ ഇമ്പാക്ട്. എന്താണിത്? ഒരു ക്ലെയിം സപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന താങ്ക് യു സാർ, അത് ജസ്റ്റ് ഒരു മെസ്സേജ് അല്ല, അത് നിങ്ങളുടെ ഇമ്പാക്റ്റ് ആണ്. ഓരോ ക്ലെയിം സ്റ്റോറി, ഓരോ സേവ്ഡ് ഫാമിലീസ്, ഓരോ ഗ്രേറ്റ്ഫുൾ സ്മൈൽ, ഇതെല്ലാം നിങ്ങൾ ക്യാപ്ചർ ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്യണം. എന്തുകൊണ്ട്? കാരണം ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ക്ലയൻസിനോട് പറയുന്ന സൈലന്റ് പ്രൂഫാണ്. ദാറ്റ് ഈസ് ഐ ക്യാൻ ട്രസ്റ്റ് ദിസ് പേഴ്സൺ, എനിക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാം എന്നുള്ളതിനുള്ള ഒരു സൈലന്റ് പ്രൂഫാണ്. ആൾക്കാർ ഇൻഷുറൻസ് വാങ്ങുന്നത് ഇത്തരം സോഷ്യൽ പ്രൂഫ് കാണിക്കുന്നവരിൽ നിന്നാണ്, അല്ലാതെ പ്രോമിസസ് കൊടുക്കുന്നവരിൽ നിന്നല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഫാമിലീസിന്റെ റിയൽ സ്റ്റോറീസ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റിംഗ് ടൂളാകും. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇമാജിൻ ഒരു ആൽബം, അതിൽ മുഴുവൻ ഇത്തരം സ്റ്റോറീസ്, ഇത്തരം ഇമ്പാക്ട്ഫുൾ സ്റ്റോറീസ്, ടെക്സ്റ്റ് മെസ്സേജസ്, വോയിസ് നോട്ട്സ്, ക്ലെയിം അപ്രൂവൽസ്, ഗ്രാറ്റിറ്റ്യൂഡ്. യഥാർത്ഥത്തിൽ അതൊരു കണ്ടന്റ് അല്ല, മറിച്ച് അത് നിങ്ങളുടെ ട്രസ്റ്റ് പോർട്ട്ഫോളിയോ ആണ്. ആൻഡ് ദാറ്റ് ബിക്കം യുവർ ബ്രാൻഡ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഡോക്യുമെന്റ് ചെയ്യൂ. കാരണം ലോകം ഓർക്കുന്നത് കഥകളാണ്, സ്റ്റോറിയാണ്. ആൻഡ് നിങ്ങളുടെ കഥ എന്ന് പറയുന്നത് സേവിംഗ് ഫാമിലീസ്. ഇൻസൈറ്റ് നമ്പർ 5, ബിൽഡ് ഡിജിറ്റൽ പ്രസൻസ് ഫോർ ട്രസ്റ്റ്. ഓൺലൈനിൽ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ മറ്റുള്ളവർ വരും. ഇതാണ് ഡിജിറ്റൽ വേൾഡിലെ ഇന്നത്തെ ഏറ്റവും സത്യസന്ധമായ അവസ്ഥ. ഇന്ന് ആൾക്കാർ എല്ലാം ഓൺലൈനിൽ സെർച്ച് ചെയ്യും. ഹോസ്പിറ്റൽ റിവ്യൂസ്, ഇൻഷുറൻസ് ഇൻഫർമേഷൻ, ക്ലെയിം പ്രോസസ്, ഇതെല്ലാം അവർ ഓൺലൈനിൽ സെർച്ച് ചെയ്യും. ഗൂഗിളിലും യൂട്യൂബിലും നോക്കുന്നു. നിങ്ങളെ അവിടെ കാണുന്നില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ ഫോളോ ചെയ്യും. വെരി സിമ്പിൾ. ഡിജിറ്റൽ പ്രസൻസ് എന്നുള്ളത് ഡെയിലി ആഡ്സ് അല്ല. ഇറ്റ് മീൻസ് സിമ്പിൾ പോസ്റ്റ്, സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ, ഹെൽപ്ഫുൾ വീഡിയോസ്, ക്ലയൻസിനെ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, വാട്സപ്പ് സ്റ്റാറ്റസ്, ക്ലെയിം ടിപ്സ്, അവയർനെസ് കോണ്ടന്റുകൾ. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്ലയന്റ് സെർച്ച് ചെയ്യുമ്പോൾ അയാൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ, അയാൾ നിങ്ങളുടെ പോസ്റ്റ് കാണുമ്പോൾ അവരുടെ മനസ്സ് പറയുന്നത് ഇതായിരിക്കും: ഈ പേഴ്സണ് ഇൻഷുറൻസിനെ കുറിച്ച് നന്നായി അറിയാം, സോ ഐ ക്യാൻ ട്രസ്റ്റ് ഹിം, എനിക്ക് ഇയാളെ വിശ്വസിക്കാം. ഇതാണ് നിങ്ങളുടെ ഡിജിറ്റൽ അഡ്വാൻറ്റേജ്. ബി വിസിബിൾ ആയിരിക്കൂ. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ഇൻകം. ഇൻസൈറ്റ് നമ്പർ 6, ട്രീറ്റ് എവരി ഫാമിലി ലൈക്ക് യുവർ ഓൺ. നിങ്ങൾ ഒരു ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതൊരു പ്രൊഫഷണൽ ഡ്യൂട്ടി മാത്രമല്ല, മറിച്ച് അതൊരു പേഴ്സണൽ ബ്ലെസ്സിങ് കൂടിയാണ്. ഹോസ്പിറ്റലിലെ ടെൻഷൻ, എമർജൻസിയിലെ കൺഫ്യൂഷൻ, അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ഗൈഡൻസ് കിട്ടുമ്പോൾ അവർക്കത് പോളിസി സർവീസ് അല്ല, ആരോ ഒരാൾ അവരെ കെയർ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓരോ ഫാമിലിയും ഒരു ശുഭാശംസ പോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. താങ്ക് യു സാർ, ഞങ്ങളുടെ ഫാമിലി സേഫ് ആണ്. ഇതുപോലുള്ള ഒരു വാക്ക് ഒരു ഏജന്റിന്റെ വീടിനും പോസിറ്റിവിറ്റി കൊണ്ടുവരും. അതുകൊണ്ട് ഓരോ ക്ലയന്റിനെയും കസ്റ്റമർ എന്നല്ല, ഫാമിലി ആയി കാണുക. കാരണം വെൻ യു പ്രൊട്ടക്ട് അതേഴ്സ്, ലൈഫ് പ്രൊട്ടക്ട് യു ബാക്ക് ഇൻ അൺഎക്സ്പെക്ടഡ് വേസ്. നിങ്ങൾ ഇത് ഓർമ്മിക്കൂ, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓരോ ഫാമിലിയും നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ഫാമിലിക്കുള്ള ബ്ലെസ്സിങ് ആണ്. പ്രൊട്ടക്ട് അതേഴ്സ്, ദാറ്റ് ഈസ് ബ്ലസ് യുവർ ഓൺ ഹോം. ഇൻസൈറ്റ് നമ്പർ 7, മെഷർ സോഷ്യൽ ഇമ്പാക്ട്, നോട്ട് ജസ്റ്റ് കമ്മീഷൻ. എന്താണിത്? നിങ്ങൾ നിങ്ങളുടെ ഇയർ എൻഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ കമ്മീഷൻ ആണോ, അതോ നിങ്ങൾ എത്ര ഫാമിലിയെ സെക്യൂർ ആക്കി എന്നാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മീഷൻ വരും പോകും, പക്ഷെ ഒരു പ്രൊട്ടക്റ്റഡ് ഫാമിലിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫ് ടൈം നിങ്ങളിൽ നിലനിൽക്കും. അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കിയത് നിങ്ങളുടെ ഒരു ഡിസിഷൻ കൊണ്ടാണ്. ഇൻകം ഈസ് മണി. ഇൻകം എന്ന് പറയുന്നത് പണമാണ്. ബട്ട് ഇമ്പാക്ട് ഈസ് ബ്ലെസ്സിങ്. കമ്മീഷൻ മാത്രം കൗണ്ട് ചെയ്യുന്ന ഒരു ഏജന്റിന് മോട്ടിവേഷൻ പെട്ടെന്ന് നഷ്ടപ്പെടും. പക്ഷേ ജീവിതം മാറ്റിമറിച്ചവരുടെ എണ്ണം എടുക്കുന്ന, അതിന്റെ കൗണ്ട് എടുക്കുന്ന ഒരു ഏജന്റിന് അവരുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അൺസ്റ്റോപ്പബിൾ ആണ്. കാരണം ഓരോ സെക്യൂർഡ് ഫാമിലിയും ഒരു ഇൻഷുറൻസ് ഏജന്റ് ജീവിതത്തിൽ ആഡ് ചെയ്യുന്നത് മീനിങ് ആണ്, പർപ്പസ് ആണ്, കോൺഫിഡൻസ് ആണ്. എല്ലാ വർഷവും ഈ ചോദ്യം നിങ്ങൾ ചോദിക്കൂ. എല്ലാ വർഷത്തിന്റെ അവസാനവും ഈ ചോദ്യം നിങ്ങൾ ചോദിക്കൂ: നിങ്ങൾ കാരണം എത്ര ഫാമിലി സേഫ് ആയി? അതാണ് നിങ്ങളുടെ റിയൽ ഇൻകം. നമുക്ക് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ റീഡിഫൈൻ ചെയ്യാം. ഇൻഷുറൻസ് സെയിൽസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്,
ഒരു പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് നമുക്ക് തുടങ്ങാം. ഓരോ ഏജന്റും പോളിസി സെല്ലർ അല്ല, മറിച്ച് ട്രസ്റ്റ് ബിൽഡേഴ്സ് ആവണം. കേരളത്തിലെ 10,000 ഫാമിലീസ് സേഫ് ആകുമ്പോൾ അതൊരു സൈലന്റ് റെവല്യൂഷൻ ആകും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ഇൻഷുറൻസ് ഏജന്റുമായി ഷെയർ ചെയ്യൂ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാ ഇൻഷുറൻസ് ഏജന്റിനെയും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ്മൾ പോളിസി വിൽക്കേണ്ടവരല്ല, മറിച്ച് സ്വപ്നങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ്.